ഇന്ന് രാവിലെ സംഭവം ഡീല് ക്ലോസ് ചെയ്തു. ഇപ്പൊ വരുന്ന വഴി ഒരു മെയില് അയക്കാൻ പറഞ്ഞു. അപ്പൊ അത് ഒരു മാസമായിട്ട് തട്ടി കളിക്കുക. അപ്പൊ ഞാൻ നമ്മളെ കമ്പനി വക്കീലിനോട് പറഞ്ഞു, നിങ്ങളൊരു മെയിൽ വാങ്ങിയത്. അപ്പൊ അവരെന്തും അപ്പൊ ഇത് ക്ലോസ് ചെയ്യാൻ പോകണം. ആ മെയിലൊന്ന് കൊടുക്കുക, മെയിലൊന്ന് കൊടുത്ത് ഒരു റേറ്റ് ഒന്ന് കൺഫേം ആക്കിന്നോ. ആ മെയിൽ കൊടുത്തു രാവിലെ 9:30 മണിക്ക്. അപ്പൊ ഇതിനടുത്ത ആൾക്കാർ വക്കീൽ വെച്ചിരുന്ന ബാക്കിയുള്ള ഡോക്യുമെന്റുകളൊക്കെ തരാൻ പറഞ്ഞു. അപ്പൊ ആ ഡീല് ക്ലോസ് ആയി. അതിന്റെ ബാക്കിൽ അതിന്റെ ഏജന്റുമാർ ബ്രോക്കർമാരായിട്ട് കുറെ ആൾക്കാർ ഒരു മാസമായി ചുറ്റിപ്പറ്റി നടക്കുന്നു. ഞാനത് ഒരൊറ്റ വാക്കുകൊണ്ട് വേഗം ആ മെയിൽ അയക്കാൻ പറഞ്ഞു, കൺഫേം ആക്കി, അത് സോർട്ട് ഔട്ട് ചെയ്തു. അപ്പോൾ അത് എന്താ വെച്ചാൽ അതൊരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ്. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഞാൻ പറയാൻ വെച്ചൊരു സംഗതി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടത്, പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കും, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കും. റിജക്ഷൻ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെങ്ത് ആക്കും. റിജക്ഷനെ സ്ട്രെങ്ത് ആക്കുമ്പോഴും പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുമ്പോഴും നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനും ഒക്കെ ആർക്ക് കഴിയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ഒരു സംഭവം.